നിനക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നെ നിനക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന പണിയാണ് സുജൂദ്, താഴ്ഭാഗം. മുഅ്മിനായ മനുഷ്യൻ താഴത്തേക്ക് നോക്കിയാൽ അവൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന ആ നിന്യതാബോധം അവന് വരുന്നു. മേലോട്ട് നോക്കിയാൽ അള്ളാഹുവേ നീ എന്റെ റബ്ബാണല്ലോ എന്ന റുബൂബിയത്തിന് ഓർമ്മ വരുന്നു. താഴേക്ക് നോക്കിയാൽ നമ്മൾ അബ്ദാണല്ലോ എന്ന ഉബൂദിയത്ത് ഓർമ്മ വരുന്നു. ഈ രണ്ട് ഓർമ്മയും ഉണ്ടെങ്കിൽ പിശാചിന് അവിടെ വരാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുലേക്ക് സുജൂദിൽ വീഴുന്ന മനുഷ്യന് പിശാച് താഴ്ഭാഗത്തുകൂടെ വരാൻ കഴിയില്ല. മേലോട്ട് ഇബാദത്ത് ദുആയിൽ കഴിയുന്ന ആളിന് പിശാച് അവനെ ഉപദ്രവിക്കാനും കഴിയും. പിന്നെ ഉപദ്രവം അവന്റെ ചുറ്റുനിന്നുമാണ് ഉണ്ടാവും. ഈ 4 ഭാഗേ പറഞ്ഞുള്ളൂ. മേലെയും താഴെയും അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ഭാഗങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഇനിയും അല്ലാഹു പറയാം, അവസാന ഭാഗം അവസാനിപ്പിക്കുന്നു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദ്. അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മളിൽ നന്മയുണ്ടാകുന്നത്. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്നത്. ഇന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വലകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു തസ്കിയത്തിലേക്ക് ഉയർത്തുന്നു, ഉന്നതമായ ഉയർന്ന സഫായിലേക്ക്, തെളിഞ്ഞ പ്രകൃതത്തിലേക്ക് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലാഹു ഉയർത്തുന്നു. ആരെയാ അല്ലാഹു ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപാട് ഭാഗങ്ങൾ അല്ലാഹു പറഞ്ഞു. അല്ലാഹുലേക്ക് മുന്നിട്ട് വരുന്ന ആളുകളെ അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹുലേക്ക് പിന്തിരിയുന്ന ആളുകളെ അല്ലാഹു ദലാലത്തിലേക്ക് ചേർക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിനയത്തോടുകൂടി അല്ലാഹുവിലേക്ക് മുന്നിട. വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു എല്ലാം അറിവുള്ളവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അല്ലാഹുവിന്റെ ഇൽമിന്റെ മുമ്പിൽ നമുക്കൊരിക്കലും മറഞ്ഞിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്നെ കാണുന്നുണ്ട്. ഈ ബോധമുണ്ടായി കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് തിന്മയിലേക്ക് പോകാതെ അല്ലാഹുവിന്റെ സച്ചരിതരായ ആളുകളുടെ വഴിയിലൂടെ ജീവിക്കാൻ അത് സഹായിക്കും. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. നമുക്ക് കൺസേൺ അല്ല, നമുക്ക് ഡയറക്റ്റ് ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത വിഷയം, നമുക്കൊരു ഖൈറും വരുത്താത്ത വിഷയം അത് സംസാരിക്കാതിരിക്കുക, അതിലേക്ക് ഇടപെടാതിരിക്കുക. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ. അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ വിഷയത്തിൽ, മുഅ്മിനീങ്ങളിൽ, മുസ്ലിം സമൂഹത്തിൽ തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളും പ്രചരിപ്പിക്കുന്നത്, അത്തരം ആളുകൾ കരുതലോടെ വളരെ ഗൗരവത്തിൽ അള്ളാഹുവിന്റെ താക്കീത് മനസ്സിലാക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിപൂർണ നിയമങ്ങൾ അനുസരിക്കുന്നവരായി അല്ലാഹു നമ്മെ മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. അപ്പോ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ നിയമങ്ങളുടെ ഒരുപാട് അള്ളാഹുവിന്റെ അഹ്കാമുകൾ പറയുന്ന ഒരു സൂറയിലാണ് നമ്മളുള്ളത്. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ബാക്കിയുള്ള ക്ലാസ്സുകൾ കൂടെ കഴിയുമ്പോൾ നമുക്ക് വളരെ കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് പഠിക്കാൻ അവസരം ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹിന്റെ നിയമങ്ങളൊക്കെ പറയുമ്പോൾ അള്ളാഹു പറയുന്ന തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, ഈ നിയമത്തെ മറികടക്കണ്ട. അള്ളാഹുവിന്റെ കൽപ്പനകളെ സംബന്ധിച്ച് അങ്ങനെ പറയാം. അള്ളാഹിന്റെ വിരോധനകൾ വരുമ്പോൾ എങ്ങനെ? തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഖറബൂഹാ. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, അടുക്കരുത് കേട്ടോ. സൂറത്തുൽ ബഖറയിലാ രണ്ടും പറഞ്ഞത്. തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ബൗണ്ടറിയാണ്. ഫലാ തഅതദൂഹാ, കൽപ്പനകൾ ഇന്നത് ചെയ്യണം എന്നുള്ള പറഞ്ഞാൽ അതിനെ ഓവർടേക്ക് ജമ്പ് ചെയ്ത് പോവണ്ട, അത് ചെയ്തിട്ട് പോയിക്കോ. നിസ്കരിക്കാതെ നീ മറ്റെന്തെങ്കിലും പണി തീർക്കണ്ട, നിസ്കരിച്ചിട്ട് പോയിക്കോ. തിന്മയെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ അല്ലാഹ് തിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ബൗണ്ടറിയാണ്. ഫലാ തഖറബു, അതിന് അടുക്കണ്ട കേട്ടോ. ചെയ്യരുതല്ല പറയാം, അടുക്കുക പോലും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ഒരു മനോഹരമായ പ്രയോഗം ഖുർആനിന്റെ ശൈലിയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തഖ്വ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين ملك الجبار آية تنبرانه.
അല്ലാഹുവേ നിന്റെ ഹദറത്തിലേക്ക് ഉയർത്തുന്ന കരങ്ങളാണ് റബ്ബേ. ഇൽമിന്റെ മജ്ലിസാണ് പടച്ചോനെ. നിന്റെ കലാം ഓതപ്പെടുന്ന നിന്റെ ഹബീബിനെ സ്മരിക്കപ്പെടുന്ന സദസ്സാണ് അല്ലാഹുവേ. ഈ അമലിൽ ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് ഇഖ്ലാസുള്ളതായി നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ റബ്ബേ ഇതിന്റെ നഫ്ഉം ഇതിന്റെ ബറകാത്തും അല്ലാഹു ഞങ്ങളുടെ ജീവിതകാലത്തും ഞങ്ങളുടെ മരണശേഷവും ഞങ്ങളുടെ ഖബറിലേക്ക് നീ നൽകണേ പടച്ചവനെ. അല്ലാഹു സദസ്സിലേക്ക് എത്തിപ്പെട്ട എല്ലാ ആളുകളും ഒരുപാട് ജോലിത്തിരക്കുള്ള ആളുകളാണ് അല്ലാഹ്. എല്ലാം മാറ്റിവെച്ച് നിന്റെ ദീനിനെ സ്നേഹിച്ച് ഇങ്ങോട്ട് വന്നതാണ് അല്ലാഹു. ഇവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് പകരം കൊടുക്കാൻ ഒന്നും ഇവിടെ ഇല്ല. നിന്റെ ദീനിനെ മാത്രം സ്നേഹിച്ച് ഒരുപാട് നേരം ചെലവഴിച്ചു പോകുന്നവരാണ് പടച്ചവനെ. ഇത് ഞങ്ങളിൽ നിന്നെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് നിന്റെ ദീനിന്റെ ഖിദ്മത്തിന്റെ ഭാഗമായി നീ സ്വീകരിക്കണേ പടച്ചവനെ. നിന്റെ ഹബീബിന്റെ സഹാബികൾ യുദ്ധങ്ങളിൽ ഇറങ്ങി മുറിവുകളുമായി തിരിച്ചു വന്നവരാണ് അല്ലാഹ്. തടിക്കൊരു കേടും പറ്റാതെ ഞങ്ങൾ എഴുന്നേറ്റ് പോകുന്ന ഈ സദസ്സുകളെങ്കിലും നിന്റെ ദീനിന് ചെയ്ത ഖിദ്മത്തായി ഞങ്ങളൊന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ത്യാഗങ്ങൾ ഞങ്ങൾ നിന്റെ ദീനിനു വേണ്ടി ചെയ്തിട്ടില്ല റബ്ബേ. അല്ലാഹു ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾ നിന്റെ ഫദ്ല് കൊണ്ട് ഔദാര്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് വലിയ അമലുകളായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഒരുപാട് നിവേദനങ്ങൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞവർ പറയാൻ എഴുത്തു തരാൻ കഴിയാതെ മനസ്സുകളിൽ കൊണ്ടു നടന്ന് ദുആരക്കുമ്പോൾ കൽബിലെ ചിന്തിച്ചിരിക്കുന്നവർ അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം വിഷമങ്ങളിലാണോ അല്ലാഹ് ആ വിഷമങ്ങൾ നീക്കിത്തരണേ പടച്ചവനെ. അല്ലാഹുവേ കല്യാണത്തിന് വേണ്ടി ബാർഗൈൻ ചെയ്യുന്ന ദുഷ്ടഭാവ ഈ സമൂഹത്തിൽ ഇല്ലാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ പ്രായപൂർത്തിയെത്തിയവർ നമ്മുടെ സഹോദരിമാർ അല്ലാഹു അവർക്ക് ഉചിതരായ സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാർ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ചെറുപ്പക്കാരിൽ കല്യാണം കഴിക്കാൻ പോകുന്നവർ അവർക്ക് സ്വാലിഹാത്തുകൾ ഇണകളായി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു വിവാഹം ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. കൺകുളിർമയുള്ളവരാക്കണേ റബ്ബേ. അവരുടെ കർമ്മങ്ങളാൽ പ്രവൃത്തികളാൽ സന്തോഷം കിട്ടുന്നവരാക്കണേ റഹ്മാനെ. റഹ്മായ റബ്ബേ ഈ സമൂഹത്തിന്റെ യുവാക്കളെയും യുവതികളെയും അല്ലാഹുവേ ഒരു അനാവശ്യത്തിലേക്കും തോന്നിവാസത്തിലേക്കും പോകാതെ കാക്കണേ റബ്ബേ. ഈ ഉമ്മത്തിനെ മദ്യപാനികളാവാതെ കാക്കണേ റബ്ബേ. വ്യഭിചാരികളായി പോകാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവിന്റെ ദീനിനെ എല്ലാ നിലക്കും നീ ഹിമായത്തിലും ഹിഫ്ദിലും നിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ ഈ സമൂഹത്തിന്റെ ഈ നേതൃത്വം അല്ലാഹുവേ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്ത ജമീഅത്തുൽ ഉലമാക്കനും അതിന്റെ മുതഅല്ലിമീങ്ങൾ മുഅല്ലിമീങ്ങൾ ദീനിന്റെ ഖാദിമീങ്ങളായ എല്ലാവരെയും പടച്ചവനെ ഖിയാമത്ത് നാൾ വരെ ഇസ്തിഖാമത്തിൽ നിലനിർത്തി തരണേ പടച്ചവനെ. അല്ലാഹു ഇസ്തിഖാമത്തിൽ നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സമൂഹത്തിന്റെ നേതൃത്വം ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹും അവർക്ക് പിന്നിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുക്കുന്ന സമയം വരേക്കും അല്ലാഹു ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ നിലനിർത്തണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ ഇത് ഹഖിന്റെ വഴിയായി നിന്റെ ആലിമീങ്ങളും ഉലമാവും അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചെന്ന വഴിയാണ് അല്ലാഹ്. ഞങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും ഇതിന് മുമ്പേ നടന്നവർ മഹാന്മാരായിരുന്നല്ലോ പടച്ചവനെ. അവരോടൊപ്പം ഞങ്ങളെയും ചേർക്കണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ നിന്റെ ദീനിന് ഒരു വാക്കുകൊണ്ടെങ്കിലോ ചെയ്യുന്ന പ്രവൃത്തികളെ കൊണ്ടെങ്കിലോ ഖിദ്മത്ത് ചെയ്യാനുള്ള മഹാഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ പടച്ചവനെ. മരിക്കുന്ന നേരം കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് താ റബ്ബേ. ഏത് നാട്ടിൽ വെച്ച് മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല അല്ലാഹ്. ഈമാനോടുകൂടെ മരിക്കാൻ കഴിയും.